വളരെ പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന്റെ 17 വയസ്സുള്ള മകൻ അഭിമന്യു, പിന്നെ അസുഖം പിടിച്ച ഭാര്യയും ഉണ്ടായിരുന്നു. സുഗിയ ജമീന്ദാറിന്റെ കൊട്ടാരത്തിലെ പണിക്കാരനായിരുന്നു. ഇവളുടെ ചികിത്സയ്ക്ക് ഞാൻ എന്താണ് ചെയ്യുക? ഇവളുടെ അവസ്ഥ വളരെ മോശമായി പോകുന്നല്ലോ. സുഗിയയുടെ മകൻ അഭിമന്യു വീട്ടിനകത്തേക്ക് വന്നു. തന്റെ അച്ഛൻ വിഷമിക്കുന്നത് കണ്ടിട്ട് അവൻ എന്തു പറഞ്ഞെന്നാൽ, അച്ഛേ, അമ്മയ്ക്ക് ചികിത്സ ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്ക് ജമീന്റെ അടുത്ത് സഹായം ആവശ്യപ്പെട്ടൂടെ? സുഗിയ അപ്പോഴാണ് ദീർഘശ്വാസം വലിച്ചത്. എന്നിട്ട് ആഴ്ന്നു ചിന്തിക്കാൻ തുടങ്ങി. സുഗിയ പതുക്കെ പതുക്കെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് അകത്തേക്ക് നോക്കി. ജമീന്ദാർ ആശ്വാസമായി ചെയറിൽ ഇരിക്കുകയായിരുന്നു. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ പണി ചെയ്തുകൊണ്ടിരുന്നു. സുഗിയ വളരെ പതുക്കെ അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നു. മുതലാളി, എന്നെ നിങ്ങൾ സഹായിക്കൂ. എന്റെ ഭാര്യയ്ക്ക് ഒന്നും സുഖമില്ല. എനിക്ക് കുറച്ച് പൈസ കിട്ടിയാൽ അവളെ കുറച്ച് ചികിത്സിക്കും. ജമീന്ദാർ അദ്ദേഹം പറഞ്ഞത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. എന്നിട്ട് എല്ലാവരുടെ മുൻപിലും അദ്ദേഹത്തെ കളിയാക്കാൻ തുടങ്ങി. സുഗിയ, നിനക്ക് പൈസ ആവശ്യമാണോ? നിന്റെ അച്ഛന്റെ കടം തന്നെ നീ ഇനി തീർത്തിട്ടില്ല. പക്ഷെ ഇപ്പോ അതിന് കൂടുതൽ നീ പൈസ ചോദിക്കുന്നു. നിനക്ക് നാണമില്ലേ? ഗ്രാമത്തിലെ ജനങ്ങളും ജമീന്ദാർ പറഞ്ഞത് കേട്ടിട്ട് ചിരിക്കാൻ തുടങ്ങി. മുതലാളി, എന്റെ കാര്യം വളരെ മോശമാണ്. ഞാൻ നിങ്ങൾക്ക് പലിശ മൊത്തം വെച്ച് തിരിച്ചു തരാം. ദയവേത് നിങ്ങൾ ഈ തവണ എന്നെ സഹായിക്കൂ. നീ എന്ത് വ്യാപാരമാണ് ചെയ്യുന്നത്? എങ്ങനെയാണ് നീ പലിശ വെച്ച് തിരിച്ചു തരിക? കഴിവില്ലാത്തവൻ. നിന്റെ അച്ഛനും ഇതുപോലെയാണ് ഒരുപാട് കഷ്ടപ്പെട്ട് നശിച്ചു പോയത്. നീ അതുപോലെ തന്നെ ജീവിച്ച് നശിച്ചു പോവാൻ പോവാണ്. മനസ്സിലായോ? ജമീന്ദാറിന്റെ കഠിനമായ വാക്കുകൾ കേട്ടിട്ട് സുഗിയയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. പിന്നെ അദ്ദേഹം ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോയി. സുഗിയ രാത്രി മുഴുവൻ തന്റെ അപമാനത്തെക്കുറിച്ചും തന്റെ അവസ്ഥയെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ടിരുന്നു. ജമീന്ദാർ എല്ലാവരുടെ മുൻപിൽ വെച്ചും അദ്ദേഹത്തെ അപമാനിച്ചത് അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചിരുന്നു. എന്റെ ജീവിതം ഇതുപോലെയാണോ ഇരിക്കുക എപ്പോഴും? എന്റെ അച്ഛന്റെ കടം തീർക്കുമ്പോഴേക്ക് എന്റെ ജീവൻ പോവല്ലോ. ഞാൻ കാരണം എന്റെ കുട്ടികളുടെ ജീവനെ എനിക്ക് സുരക്ഷിതാക്കാൻ പറ്റിയില്ല. എന്റെ ഭാര്യയെ നോക്കാൻ സാധിക്കുന്നില്ല. തനിക്ക് ഏർപ്പെട്ട അപമാനത്തെക്കുറിച്ചും തന്റെ അവസ്ഥയെക്കുറിച്ചും ചിന്തിച്ച സുഗിയ രാത്രി തന്നെ അദ്ദേഹത്തിന്റെ ജീവൻ വെടിഞ്ഞു. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു വലിയ ദുഃഖവും വളരെ മോശമായ അവസ്ഥയും വന്നു. അഭിമന്യു തന്റെ അച്ഛന്റെ മൃതദേഹം കണ്ടിട്ട് ഏങ്ങി ഏങ്ങി കരയാൻ തുടങ്ങി. അച്ഛേ, ഞങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ എന്തിനാ പോയി കളഞ്ഞത്? ഗ്രാമത്തിലെ ജനങ്ങളും അവനെ വിഷമത്തോടെ നോക്കി നിന്നു. സുഗിയ മരിച്ചതിന് ശേഷം ജമീന്ദാർ അദ്ദേഹത്തിന്റെ കുടിലിലേക്ക് വന്നു. പിന്നെ അഭിമന്യുവിനെ തന്റെ വീട്ടിലെ പണിക്കായി ക്ഷണിച്ചു. ഇവിടെ നോക്ക് അഭിമന്യു, നിന്റെ അച്ഛന്റെ കടം ഇപ്പോഴും തീർത്തിട്ടില്ല. അത് തീർക്കണമെങ്കിൽ നീ എന്റെ കൊട്ടാരത്തിൽ വന്ന് ജോലി ചെയ്യണം. തയ്യാറാണോ? ശരി മുതലാളി, നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്യാം. തന്റെ കടൻ അടയ്ക്കാൻ വേണ്ടി അഭിമന്യു ജമീന്ദാറിന്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങി. അഭിമന്യു വീട് തൂക്കുകയായിരുന്നു. അപ്പോഴാണ് റൂമിൽ ഐഫോണിന്റെ ബെല്ല് അടിച്ചത്. അഭിമന്യു ഷോക്കായി എല്ലാ സ്ഥലത്തും നോക്കി. പിന്നെ പതുക്കെ ഐഫോൺ എടുത്ത് ഹലോ. അപ്പോഴാണ് പുറകിൽ നിന്നും ജമീന്ദാറിന്റെ മകൾ അർച്ചന സംസാരിക്കുന്ന ശബ്ദം കേട്ടത്. അല്ല, നീ എന്താണ് ഈ കാണിക്കുന്നത്? ആ ഐഫോൺ കയ്യിലെടുക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? അഭിമന്യു ആകെ പേടിച്ചുപോയി. പിന്നെ പേടി കാരണം അവന്റെ കയ്യിലുണ്ടായിരുന്ന ഐഫോൺ താഴേക്ക് വീണുപോയി. ഉടനെ അത് പൊട്ടിപ്പോയി. അർച്ചനയ്ക്ക് വല്ലാതെ ദേഷ്യം വരാൻ തുടങ്ങി. നിനക്കറിയാമോ ഇത് എത്ര കോസ്റ്റ്ലി ആയ ഫോണാണെന്ന്? ദരിദ്രവാസി, നിനക്ക് എത്ര ധൈര്യമുണ്ട്? ബേബിയമ്മേ, ഞാൻ അറിയാതെ തെറ്റ് ചെയ്തു. പ്ലീസ് എന്നെ ഒന്ന് ക്ഷമിച്ചേക്കൂ. അർച്ചന ദേഷ്യത്തോടെ ജമീന്ദാറിനെ വിളിച്ചു വരുത്തി. അച്ഛാ, ഇവൻ എന്റെ ഐഫോൺ പൊട്ടിച്ചിരിക്കുന്നു. ഇവനെ ഒരു പാഠം പഠിപ്പിക്കണം. ജമീന്ദാറിന് നല്ല ദേഷ്യം വന്നു. നല്ലോണം കേട്ടോ, ഇപ്പൊ നീ നേരെ ജയിലിലേക്കാണ് പോകാൻ പോകുന്നത്. മുതലാളി, ഞാൻ വലിയൊരു തെറ്റാണ് ചെയ്തത്. ദയവേത് എനിക്കൊന്ന് കറന്നു കാണിക്കൂ. നീ ഈ ഫോണിനെ തിരിച്ചു വാങ്ങിച്ചു തരണം, മനസ്സിലായോ? 3 ദിവസം കൊണ്ട് എനിക്ക് തിരിച്ച് ഐഫോൺ വേണം. ഒരു പക്ഷെ നീ മേടിച്ചു തന്നില്ലെങ്കിൽ നിന്നോടൊപ്പം ചേർന്ന് നിന്റെ അമ്മേനെയും ഗ്രാമത്ത് വിട്ടടിച്ച് പുറത്താക്കും. ഓർത്തു വെച്ചോ, ഈ വീട്ടിൽ നീ കാല് വെക്കണമെങ്കിൽ ഫോണോടൊപ്പം വേണം തിരിച്ചു വരാൻ. അവൻ ഒന്നും മിണ്ടാതെ കൊട്ടാരത്തിൽ നിന്നും പുറത്തു വന്നു. അഭിമന്യു പതുക്കെ പതുക്കെ വീട്ടിലേക്ക് ചെന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവന്റെ മുഖത്ത് നല്ല വിഷമമുണ്ടായിരുന്നു. അവൻ ഇത്രയും കാശ് നൽകി എങ്ങനെ സെൽഫോൺ വാങ്ങിക്കണമെന്ന് അറിയില്ല.
പക്ഷേ ജമീന്ദാർ പറയുന്നത് അവൻ ചെയ്തേ പറ്റൂ. അച്ഛൻ നമ്മളെ വിട്ട് പോയതിനു ശേഷം ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് അമ്മേന്റെ അടുത്ത് എങ്ങനെയാണ് ഇത് പറയാ? അഭിമന്യു ഇങ്ങനെ ചിന്തിച്ച് തന്നെ മറന്ന് അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ചെന്നു. ആ ഭാഗത്തേക്ക് ജനങ്ങൾ പോകാറേ ഇല്ല. അഭിമന്യു എല്ലാ സ്ഥലത്തും ചുറ്റുനോക്കിയിട്ട് തന്നോട് തന്നെ എന്തു പറഞ്ഞെന്നാൽ, എന്താ ചെയ്യാ, ഇത്രയും പൈസക്ക് നമ്മൾ എവിടെയാ പോവാ? പെട്ടെന്ന് ദൂരെ നിന്നും ഒരു അശരീരി കേട്ടോ. ആരോ അവനെ ദൂരെ നിന്നും വിളിക്കുന്നത് പോലെ. ആരാണ് അവിടെ? അഭിമന്യുവിന്റെ മുന്നിലായി ഒരു വയസ്സായ അമ്മ വന്നു നിന്നു. അതിനടുത്തായി കുറെ പശുക്കളൊക്കെ കെട്ടിയിട്ടിരുന്നു. അല്ല മോനെ, ആളില്ലാത്ത ഈ മലഭാഗത്ത് നീ എന്തു ചെയ്തുകൊണ്ടിരിക്കയാ? നിനക്കൊട്ടും പേടി തോന്നുന്നില്ലേ മോനെ? അമ്മേ, ഇതിനുശേഷം എന്റെ ജീവിതത്തിൽ വിഷമിക്കാനായിട്ട് എനിക്ക് ഒന്നുമില്ല. എന്റെ അച്ഛൻ എപ്പം ഞങ്ങളെ വിട്ട് പോയോ അപ്പൊ തൊട്ട് ഞങ്ങളുടെ ജമീന്ദാറും എന്നെയും എന്റെ അമ്മേനെയും വരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്റെ അടുത്ത് ഐഫോൺ പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ എന്നെയും എന്റെ അമ്മേനെയും ഗ്രാമത്തിൽ വിട്ട് പുറത്താക്കുമെന്ന്. അപ്പോ അതിനർത്ഥം ഇത്ര പ്രശ്നത്തിനും കാരണം ആ ഐഫോൺ ആണല്ലേ? ദേ നോക്ക്, ഈ ചാണകത്തിൽ ഒരു അതിശയിപ്പിക്കുന്ന ശക്തിയുണ്ട്. നീ ഇത് എടുത്തുകൊണ്ട് പോ, എന്നിട്ട് നിന്റെ വീട്ടിന്റെ വാതിൽക്കൽ കൊണ്ടുപോയി വെക്ക്. വെളുക്കുമ്പോൾ ഇതിന്റെ അതിശയം നിനക്ക് മനസ്സിലാക്കാൻ പറ്റും. വയസ്സായ അമ്മ പറയുന്നത് കേട്ടിട്ട് അഭിമന്യു ആകെ അതിശയിച്ചു പോയി. നിങ്ങളാരാണ്? ഞാൻ ഈ മലയെ രക്ഷിക്കുന്ന ആളാണ്. എനിക്ക് പ്രകൃതിയുടെ നല്ല ശക്തികളും ഉണ്ട്. അത് ഉപയോഗിച്ച് ഈ ചാണകത്തിൽ പോലും എനിക്ക് ശക്തി ഉണ്ടാക്കാനാകും. ഇത് പിടിച്ചോ, ഇത് നിനക്ക് ഉപകാരപ്പെടും. ഇത് നീ നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്ക്. അഭിമന്യു ആ ഉണങ്ങിയ ചാണകം വാങ്ങിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. അഭിമന്യു രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ആ ചാണകം എടുത്ത് വീട്ടിന് പുറത്ത് വെച്ചു. രാവിലെ അഭിമന്യു കതകു തുറന്നു നോക്കി. അവിടെ നോക്കിയപ്പോൾ ആ ചാണകം ഇരുന്ന സ്ഥലത്ത് ഒരു ഐഫോൺ ഉണ്ടായിരുന്നു. അവൻ അതിശയത്തോടെ അത് നോക്കി. എന്തത്? ഇത് ചാണകമാണല്ലോ. ഇതെങ്ങനെ ഐഫോണായി മാറിയത്? ചേടാ, ഇത് ശരിക്കും ഐഫോൺ തന്നെയാണ്. പക്ഷേ ഈ മായ എങ്ങനെയാ സംഭവിച്ചത്? ഐഫോണിന്റെ സ്ക്രീൻ തന്നെത്താനെ ഓപ്പൺ ആയി. പിന്നെ ഒരു വിനോദമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അഭിമന്യു, ഈ ഐഫോൺ ആണ് നിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. ഇത്രയും ദിവസം നീ അറിയാതിരുന്ന കാര്യങ്ങളെല്ലാം ഇതുവഴി നിനക്ക് മനസ്സിലാകും. നീ ആരാണ്? പിന്നെ ഇതെങ്ങനെ സംഭവിച്ചത്? എന്നെ ആ വയസ്സായ മുത്തശ്ശി നിനക്ക് സഹായിക്കാനായി അയച്ചിരിക്കുകയാണ്. നിനക്ക് നേര് മനസ്സിലാക്കി തരാനും ആ ജമീന്ദാറിന്റെ യഥാർത്ഥ മുഖം കാണിക്കാനും നിന്നെ സഹായിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുവഴി കൂടെ എന്റെ അച്ഛനും എന്റെ മുത്തശ്ശനും നടന്ന സത്യങ്ങള് അറിയാൻ പറ്റുന്നാണോ പറയുന്നേ? ഹാ, പക്ഷെ നീ അല്പം ധൈര്യത്തോടെ ഇരിക്കണം. ഈ ഐഫോൺ നിനക്ക് ആ കാര്യങ്ങളെല്ലാം കാണിച്ചു തരും. ജമീന്ദാർ നിന്റെ കുടുംബത്തിനും ഈ ഗ്രാമത്തിനും ചെയ്ത ദ്രോഹങ്ങളെല്ലാം ഇതിൽ കാണും. ഉടനെ ഐഫോണിൽ ഒരു വീഡിയോ പ്ലേ ആയി. അതിൽ ജമീന്ദാർ അഭിമന്യുവിന്റെ അച്ഛനെയും അപ്പൂപ്പനെയും പേടിപ്പിച്ചുകൊണ്ടിരുന്നു. ജമീന്ദാരെ, ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന ജോലിയിൽ ഒരു കുറവും വെച്ചിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ എന്തിനാ ഞങ്ങൾ ഇത്ര വെറുപ്പിക്കുന്നേ? ഇതിനുശേഷം ഈ സ്ഥലം എന്റേതാണ്. അതിനുശേഷം ഇനി നീ ഇതിൽ നന്നായിട്ട് ജോലി ചെയ്യണം. സമയം നേരം നോക്കാതെ നീ ജോലി ചെയ്യണം. നിന്റെ അച്ഛൻ മുത്തശ്ശൻ എല്ലാവരും എന്റെ അടിമകളായിരുന്നു. ഇനി നീയും അങ്ങനെ തന്നെയായിരിക്കണം. ഈ ജമീന്ദാർ എന്തിനാ എന്റെ കുടുംബത്തിന് ഇങ്ങനെ ചെയ്യുന്നത്? പിന്നെ ഗ്രാമത്തിന് ജനങ്ങൾ ഇങ്ങനെയാ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ജമീന്ദാറിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ജനങ്ങൾക്കും നീ കൊണ്ടു ചേർക്കണം. എന്നാലേ അവർ കരുതലോടെ ഇരിക്കൂ. അഭിമന്യു ആ ഐഫോൺ എടുത്തുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങളെ കാണാൻ വന്നു. എല്ലാവരും കേൾക്കൂ, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കണം എന്ന് വിചാരിക്കുന്നു. അത് ഇത്ര കാലം നമ്മുടെ അടുത്ത് നിന്നെല്ലാം മറച്ചു പിടിച്ചിരിക്കുന്നു. ഈ ജമീന്ദാർ നമ്മുടെ അച്ഛൻ മുത്തശ്ശൻ്റെ അടുത്തൊപ്പം കുറെ അന്യായങ്ങൾ ചെയ്തിട്ടുണ്ട്. അവനെ എല്ലാവരും കൊടുമപ്പെടുത്തിയിരിക്കുകയാണ്. അവൻ ആ ഐഫോണിലെ വീഡിയോ പ്ലേ ചെയ്തു. അതിൽ ജമീന്ദാർ ഗ്രാമത്തിലെ ജനങ്ങളുടെ അവകാശം തട്ടിയെടുക്കുന്നത് അറിഞ്ഞു. എന്താ ഇതൊക്കെ? നമുക്ക് എല്ലാവർക്കും ദ്രോഹം സംഭവിച്ചിരിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തോട് നമ്മുടെ അധ്വാനത്തിന്റെ കൂലി ചോദിച്ചു. പക്ഷെ അദ്ദേഹം നമ്മുടെ അവകാശവും സ്ഥലവും പിടിച്ചെടുത്തു. ഇപ്പൊ എല്ലാം നമുക്ക് സമയം വന്നിരിക്കുകയാണ്. ഈ അന്യായത്തിനെ നമ്മൾ എതിർത്ത് പോരാടണം. ഈ മായ ഐഫോണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ ആദരങ്ങളും തരും. നമ്മളിത് ഉപയോഗിച്ച് ജമീന്ദാറിന്റെ സത്യത്തിന് എല്ലാവരുടെ മുമ്പിൽ കൊണ്ടുവരണം. ഗ്രാമത്തിലെ ജനങ്ങൾ ദേഷ്യത്തോടെ ജമീന്ദാറിന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അഭിമന്യു ഐഫോണിൽ എല്ലാ തെളിവുകളും കാണിച്ചു. നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? ഈ ഐഫോണിൽ എനിക്കെതിരെ എല്ലായിരിക്കണത് കള്ളമാണ്. ഇതെല്ലാം ഒരു ചതിയാണ്. ഇത് ചതിയൊന്നുമല്ല, എല്ലാം സത്യമാണ്. നിന്റെ പാവം എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. ഇതാണ് നീ ചെയ്ത തെറ്റിന് എല്ലാവർക്കും ഇതാണ് ആധാരം. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ചേർന്ന് കോടതി വഴി കൂടെ നിനക്ക് എല്ലാം തിരിയാൻ പോവാണ്.
അതെ, ഇനിയും ഇതൊക്കെ താങ്ങാനാവില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം വേണം. ഗ്രാമത്തിലെ ജനങ്ങൾ ജമീന്ദാറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അഭിമന്യു അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും പോലീസിന് കാണിച്ചു കൊടുത്തു. ഇൻസ്പെക്ടർ ജമീന്ദാറിനെ ലോക്കപ്പിലിട്ട് അടച്ചു വെച്ചു. അഭിമന്യു ജമീന്ദാറിനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, നീ ഞങ്ങളുടെ കുടുംബം പിന്നെ എല്ലാ ഗ്രാമത്തിലിരിക്കേണ്ട ജീവിതം നശിപ്പിച്ചു. പിന്നെ ഈ മായ ഐഫോൺ സത്യം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. ഇനി ഗ്രാമത്തിൽ എല്ലാവർക്കും സുരക്ഷിതമായിട്ടിരിക്കാം. ഈ മാന്ത്രിക ഐഫോൺ യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ വലിയ വരം തന്നെയാണ്. വളരെ നന്ദി മോനെ അഭിമന്യു. അല്ല, ഇതാണ് നമ്മുടെ ജീവിതത്തിന് ന്യായം കിട്ടുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരിക്കണം. അഭിമന്യു പിന്നെ ഗ്രാമത്തിലെ ജനങ്ങൾ ആ മാന്ത്രിക ചാണക ഐഫോൺ ഉപയോഗിച്ച് ജമീന്ദാറിന്റെ അടിമത്വത്തിൽ നിന്നും എന്നേക്കുമായി രക്ഷപ്പെട്ടു.